ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ശ്രുതിയെ കൊണ്ട് ഉപവാസത്തിൻ്റെ ഭാഗമായിട്ട് ജോലികൾ എടുപ്പിക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞല്ലോ എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണമെന്ന്. രേവതി അടുക്കളയിൽ കയറുന്ന സമയത്ത് രവീന്ദ്രൻ പറയുന്നു, മോളെ നീ എങ്ങോട്ടാ ചോദിക്കുമ്പോൾ ഞാൻ ശ്രുതിയെ സഹായിക്കാനാണ് അച്ഛ പറയുന്നത്. വേണ്ട, ശ്രുതി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് മോൾ ഇന്ന് പോയി റെസ്റ്റ് എടുക്കുക, ശ്രുതി ചെയ്യട്ടെ എന്ന് പറയാണ് രവീന്ദ്രൻ ചിരിച്ചിട്ടാണ് പറയുന്നത്. കാരണം രേവതിക്ക് ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ സന്തോഷമാണ് രവീന്ദ്രൻ്റെ മുഖത്ത്. എന്നിട്ട് അപ്പോൾ രേവതി ശരി അച്ഛാ പറഞ്ഞിട്ട് രേവതി റൂമിലേക്ക് പോണു. അങ്ങനെ ശ്രുതി അടുക്കളയിൽ കയറിയ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, ശ്രുതിയെ പാത്രങ്ങളൊക്കെ കഴുകിയേക്ക് പറയണം. നോക്കുമ്പോൾ കുറേ പാത്രങ്ങൾ സിങ്കിൽ കിടക്കുന്നുണ്ട്. ശ്രുതി അതെല്ലാം കഴുകിയേക്കുന്നു. അത് കഴിഞ്ഞ് ഇത് അരിയെ പറഞ്ഞ് സബോള കൊടുക്കണം. അരിയെ ശ്രുതി അത് അരിയണം. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ശ്രുതി ഉപ്പിടുമ്പോൾ ചന്ദ്രമതി വന്നിട്ട് പറയണം, ഉപ്പിടണ്ട, നിനക്കുള്ളത് ഉപ്പിടാത്തത് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവർക്കുള്ളതിൽ ഉപ്പിട്ടാൽ മതി എന്ന് പറയണം. ആൻറ്റി പറയുമ്പോൾ ഉപ്പില്ലാത്തതല്ലേ നിന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അങ്ങനെ കഴിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി കോലം ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോൾ കോലം ഇട്ട് കഴിഞ്ഞാലാണ് ആണുങ്ങൾക്കൊക്കെ പുറത്ത് പോകാൻ പാടുള്ളൂ, വീട്ടിലുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോലം ഇടാണ്. രാവിലെ രേവതി കോലം ഇടാൻ വേണ്ടിയിട്ട് പൊടിയും കൊണ്ട് വന്ന സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറയണു, രേവതിയോട് നീ കോലം ഇടണ്ടെന്ന് പറയുന്നു. അപ്പോൾ രേവതി ഇങ്ങനെ കോലം ഇടാനുള്ള പൊടിയുള്ള പാത്രം കൈപ്പിടിച്ചിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ നടക്കാൻ ഇറങ്ങാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, മോളെ എന്താ ഇവിടെ നിൽക്കണ? അച്ഛൻ എന്നോട് കോലടണ്ടെന്ന് പറഞ്ഞു അമ്മ പറയണം. അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ അറിയില്ല, എന്നോട് കോലടണ്ടെന്ന് പറയണം. അപ്പോൾ സച്ചി ഓട്ടം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരും. രേവതി നീ കോലട്ട് കഴിഞ്ഞാലേ എനിക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോൾ രേവതി പറയണം സച്ചിയേട്ടൻ എന്നോട് കോലടണ്ടെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അതെന്താ ചോദിച്ചിട്ട് സച്ചി അവിടെ നിൽക്കുമ്പോൾ ചന്ദ്രമതി ശ്രുതിനെയും കൂട്ടിയിട്ട് വരികയാണ്. അപ്പോൾ ശ്രുതിനെ കൂട്ടിയിട്ട് എന്താ ആൻറ്റി ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ പറയണം. ശ്രുതി നിനക്ക് എപ്പോഴും ഉറങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ശ്രുതി, ഇന്ന് മുതൽ നീയാണ് ഇവിടെ കോലടേണ്ടത്, നീയാണ് ചെയ്യേണ്ടത് പറഞ്ഞു. ഞാനോ എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല ആൻറ്റി, എന്ത് പറഞ്ഞാലും ശരി നീയാണ് വരയ്ക്കേണ്ടത്, നിനക്ക് അറിയുന്ന പോലെ വരച്ചാൽ മതി. രേവതി ഇതങ്ങോട്ട് കൊടുക്കുക, അവൾ വരയ്ക്കട്ടെ പറയണം. രേവതിയുടെ അടുത്ത് നിന്ന് കോലം വരയ്ക്കാനുള്ള പൊടിയെടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കണം. ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ശ്രുതിക്ക് വരയ്ക്കാൻ അറിയില്ല, ശ്രുതി വരച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ തെറ്റിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ രേവതി പറയേണ്ട, അയ്യോ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഞാൻ വരയ്ക്കാമെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി സമ്മതിക്കണില്ല, അവൾ വരയ്ക്കട്ടെ എന്ന് പറയണം. അപ്പോൾ സച്ചി പറയണു, ഇത് നോക്കി നിന്ന് അന്നത്തെ എൻ്റെ ഓട്ടം മുടങ്ങും, ഞാൻ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അവൾ വരച്ചോളം പറയുന്നു. ശ്രുതിയുടെ അവസ്ഥ കണ്ടിട്ട് ശ്രുതി പറയണം, ശ്രുതി ഞാൻ സഹായിക്കാതൊന്നും ഇപ്പോൾ അത്ര വലിയ കാര്യമല്ല പറഞ്ഞിട്ട് ശ്രുതി വന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് കോലം വരയ്ക്കാനുള്ള പൊടി എടുത്തിട്ട് ശ്രുതി വരച്ചിട്ട് അത് കൊള്ളാക്കണം. ആ സമയത്ത് സച്ചി പറയണു, അതെ ഇനി ഇവിടെ നിന്നാൽ എൻ്റെ കസ്റ്റമർ പോകും, ഞാൻ പോകാൻ വേണ്ടിയിട്ട് സച്ചി കാർ എടുത്ത് പോകണം. രേവതി പറയണു, നേരം കുറേ വൈകും, ഞാൻ വരയ്ക്കാം, ഇത് 2 മിനിറ്റ് കൊണ്ട് കഴിയാൻ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറയുന്നത് ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. അപ്പോൾ രേവതി ശരി പറഞ്ഞിട്ട് രേവതി ഒന്നും മിണ്ടാതെ നിൽക്കണു. രവീന്ദ്രൻ അങ്ങനെ നടക്കാനും പോണു. നല്ല കോലമുണ്ടെന്ന് വീട്ടിൽ വന്നവർ മുഴുവൻ ഇത് നോക്കി ചിരിക്കുന്നു പറഞ്ഞിട്ട് രവീന്ദ്രൻ നടക്കാൻ പോണു. അങ്ങനെ കോലം വരയ്ക്കൽ കഴിഞ്ഞപ്പോൾ രേവതി അകത്തേക്ക് കയറിപ്പോയി. സച്ചി ഓട്ടം പോയി. ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ കോലം നോക്കുമ്പോൾ ചന്ദ്രമതി പറയണം, എൻ്റെ ഒരു 5 കഷ്ണം പുട്ടിൻ്റെ പൊടി വെറുതെ വേസ്റ്റായി പറഞ്ഞിട്ട് ചന്ദ്രമതി അതിക്ക് കയറി പോകണം. അപ്പോൾ ശ്രുതി അത് നോക്കിയിട്ട് നല്ല കോലം നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് അമ്മേ ഒരു കുറ്റി പുട്ടിനുള്ള പൊടി കൂടി ഇതിലുണ്ട് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറി പോകണം. അങ്ങനെയാണ് ശ്രുതിയെ കൊണ്ട് കോലം വരപ്പിക്കുന്നതിൻ്റെ ഭാഗങ്ങൾ. അത് കഴിഞ്ഞു. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പൂരി മസാല ഉണ്ടാക്കിയിട്ടുണ്ട് രേവതി. അപ്പോൾ വർഷയും ശ്രീകാന്തും കഴിക്കണം. അപ്പോൾ വർഷ പറയണം, എന്തൊരു ടേസ്റ്റാണ് രേവതി ചേച്ചി ഉണ്ടാക്കണ ഫുഡിന്. രേവതി ചേച്ചി വല്ല ഷെഫൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. രേവതി ചേച്ചി റെസ്റ്റോറൻറ്റ് തുടങ്ങിയ രേവതി ചേച്ചിക്ക് നല്ല ബിസിനസ് ആവും എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രീകാന്തും പറഞ്ഞു, ഞാൻ പോലും ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്ത് ടേസ്റ്റാണ് ഏടത്തിയുടെ പൂരി മസാലയ്ക്ക് എന്നൊക്കെ പറയണം. ആ സമയത്ത് ചന്ദ്രമതി കൊണ്ട് ചോദിക്കാം, എന്താ ഇപ്പം ഇത്ര പറഞ്ഞ് ചിരിക്കാനുള്ള ചോദിക്കുമ്പോൾ ഏടത്തി ഉണ്ടാക്കിയ പൂരി മസാല എന്ത് ടേസ്റ്റാന്ന് പറയണം ശ്രീകാന്ത് പറയുമ്പോൾ വർഷ പറയണം, എന്ത് ടേസ്റ്റ് ആദ്യം, പിന്നെ ഇനിയിപ്പോൾ അവളെ ഷെഫാക്കേണ്ട ആവശ്യം കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ പൂ വിൽക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് അവൾക്ക് വണ്ടി എടുത്തു കൊടുത്തു, വീട് വിടാൻ കയറി ഇറങ്ങി പൂ വിൽക്കാം, ഇനിയിപ്പോൾ ഷെഫാക്കേണ്ട കാര്യം കൂടി പറഞ്ഞാൽ വീട് വിടാൻ ഇറങ്ങി ഭക്ഷണം സെർവ് ചെയ്യാനും കൂടി അവൻ വണ്ടി എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ് ചന്ദ്രമതി. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, അച്ഛാ ഇരിക്കുക കഴിക്കുക പറഞ്ഞു. ശരി രവീന്ദ്രൻ ഇരിക്കുന്നു. സച്ചി വരുന്നു, സച്ചി കഴിക്കാനിരിക്കുന്നു. ശ്രുതി വരുന്നു, ശ്രുതി ഇരുന്നു.
അത് കഴിഞ്ഞ് ശ്രുതി വന്ന് ശ്രുതി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഭൂരി എടുക്കുന്ന സമയത്ത് സച്ചി പറയണു, പാർലറടുത്ത് നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾക്ക് ഉപവാസമല്ല, നിങ്ങൾ ഈ ഭൂരി മസാല കഴിക്കാൻ പാടുണ്ടോ, നിങ്ങളോട് ഉപ്പിടാത്ത ഭക്ഷണം കഴിക്കാനല്ലേ പറഞ്ഞേക്കണം, നിങ്ങൾക്കിത് കഴിക്കാൻ പാടുണ്ടോ, നിങ്ങൾ സ്വയം ഉണ്ടാക്കി കഴിക്കണം എന്നല്ലേ പറഞ്ഞേക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ചോദിക്കണം. അപ്പോൾ ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി ഞാൻ ഭൂരി മസാല അല്ലേ കഴിക്കണം ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അയ്യോ ഞാനത് ഓർത്തില്ല മോളെ, നീ എഴുന്നേക്ക്, കൈ കഴുകുക, എന്നിട്ട് പോയിട്ട് ഉപ്പിടാത്ത കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക എന്ന് പറയണം. ശ്രുതി എഴുന്നേക്ക് ശ്രുതി. അപ്പോൾ ശ്രുതിക്ക് എഴുന്നേക്കണില്ലേ. അപ്പോൾ സച്ചി പറയണു, ഇത് ചെയ്യുന്നത് തെറ്റല്ലേ, നിങ്ങളുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ, അച്ഛാ ഇത് ശരിയല്ലല്ലോ, ആചാരങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നടത്തണ്ടേ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ശരിയാണെന്ന് പറയണം. അപ്പോൾ ശ്രുതിനെ അവിടുന്ന് നീപ്പിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ സച്ചി പറയുമ്പോൾ ശ്രുതി മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ സമയത്ത് ശ്രുതി കഴിക്കാതിരിക്കുമ്പോൾ ശ്രുതിയോട് പറയണു, ഇടാ നിൻ്റെ ഭാര്യ ഉപവാസിരിക്കുന്ന സമയത്ത് നിനക്കിത് എങ്ങനെ ഇറങ്ങണം ശ്രുതി, സ്നേഹമുള്ള ഭർത്താക്കന്മാർ അത് കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിനെ ഇതാക്കുകയാണ്. അപ്പോൾ ശ്രുതിനെ ഇതാക്കുമ്പോൾ ശ്രുതി ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് അവിടെ നിൽക്കുകയാണ്, എന്താ പറയണത് നോക്കാൻ വേണ്ടി. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കട്ടെ, ശ്രീകാന്തെ നിൻ്റെ ഭാര്യ പട്ടിണി കിടന്ന നീ ഉപവാസം ഇരുന്ന നീ ഭക്ഷണം കഴിക്കും. അപ്പോൾ ശ്രീകാന്ത് ഇല്ല, എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല പറയണു. രേവതിയോട് ചോദിക്കും, രേവതി ഞാൻ ഉപവാസം ഇരുന്നാൽ നീ ഭക്ഷണം കഴിക്കും, എനിക്ക് കഴിക്കാൻ പറ്റില്ല, സച്ചേട്ടൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ കഴിക്കുക പറയണു രേവതി. അപ്പോൾ നീ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങുമോ രേവതി. ഇല്ലല്ലോ, ഇല്ല, ഞാൻ തിങ്കളാഴ്ച വ്രതം എടുത്ത സമയത്തൊന്നും സച്ചേട്ടൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ. അപ്പോൾ അതാണ് സ്നേഹം. നീ എന്തൊരു ഭർത്താവാടാ, നിൻ്റെ ഭാര്യ ഉപവാസം എടുക്കുമ്പോൾ നിനക്കിത് എങ്ങനെ ഇറങ്ങാന്നൊക്കെ ചോദിക്കണം. അപ്പോൾ വർഷയോട് ചോദിക്കണം, വർഷേ ശ്രീകാന്ത് ഉപവാസം എടുത്തു കഴിഞ്ഞാൽ വർഷ നീ ഭക്ഷണം കഴിക്കുക വയ്ക്കുമ്പോൾ വർഷ എനിക്ക് വിശന്ന ഞാൻ കഴിക്കുന്നു, അതെന്ത് വർത്താനോ വർഷ നീ പറയണ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണ്ട, അപ്പം നിനക്ക് എന്നോട് സ്നേഹമില്ലാലേ വർഷ. സ്നേഹം വേറെ ഭക്ഷണം വേറെ. വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു പട്ടിണി ഇരിക്കണോ, ഉപവാസം ഇരിക്കുന്നത് ശ്രീകാന്തല്ലേ, ശ്രീകാന്തിനോടുള്ള സ്നേഹം ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പട്ടിണി ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം വർഷയുടെ മറുപടിയിൽ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പന്തിരിപ്പൂവ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി, കഥ കേട്ട് ഇഷ്ടമായി കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.